എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഫോറക്സ് ന്യൂസിൽ ട്രേഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫോറക്സിൽ, എന്താണ് ന്യൂസ് വരുമ്പോഴത്തേക്ക് ഫോറക്സിൽ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് മാർക്കറ്റ് ചിലപ്പോൾ ബൈ ഡയറക്ഷനിൽ, സെല്ല് ഡയറക്ഷനിൽ, ഇല്ലെങ്കിൽ മുകളിലേക്ക് താഴത്തേക്ക് ഒരു ചോപ്പി മാർക്കറ്റ് പോലെ അങ്ങ് ആവും. നല്ല മാർക്കറ്റ് ന്യൂസ് ആണെങ്കിൽ 100-150 പിപ്പ് വരെ മിനിറ്റുകൾക്കുള്ളിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന AUD, ന്യൂസിലാൻഡ്, CAD, USD ഇതൊക്കെയാണ് അത് ചെയ്യാൻ പറ്റിയ പെയറുകൾ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, നോൺ ഫാം പേറോൾ, ഇതൊക്കെയാണ് നമുക്ക് ന്യൂസുകൾ വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു AUDയിലുള്ളൊരു ന്യൂസിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റാണ്. 1 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 30-40 ഇപ്പോൾ വരെ 1 മിനിറ്റിൽ തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂസിൻ്റെ സമയത്ത് മാർക്കറ്റ് റിയാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് എവിടെ നിന്നാണ് ഈ ന്യൂസൊക്കെ നമുക്ക് നോക്കാൻ മനസ്സിലാക്കാൻ പറ്റുക. മൈ ഫോറക്സ് ബുക്ക്, അതായത് മൈ FX ബുക്ക് എന്നാണ് പറയുക. പിന്നെ ഫോറക്സ് ഫാക്ടറി തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ ഫിനാൻഷ്യൽ കലണ്ടർ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ന്യൂസ്, എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നുള്ളതല്ല നമുക്ക് മനസ്സിലാവും. ഇനി FX ബുക്കിൻ്റെ എങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ ന്യൂസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഹൈ എന്ന് എഴുതിയിരിക്കുന്ന റെഡ് കൊടുത്തിരിക്കുന്ന നല്ല ഇമ്പാക്റ്റുള്ള ന്യൂസുകളാണ്. പിന്നെ ഇത് ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന സൈറ്റിനകത്ത് അവർ ന്യൂസിൻ്റെ കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യുക? ഒന്നുകിൽ നമ്മൾ ബൈ ചെയ്യണം ന്യൂസ് വരുന്നേക്കാൾ തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ സെൽ ചെയ്ത് വെക്കണം. പക്ഷേ അവിടെ SL മാർക്കറ്റ് നമ്മളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് ലോസ് ആകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് വെക്കാം. എന്നിട്ട് ഒരു 10-15 പിപ്പ് മേളിലേക്ക് താഴത്തേക്കായിട്ട് അത് വെക്കണം. എന്താ വെച്ചാൽ മാർക്കറ്റ് വോളറ്റൈലായിരിക്കും. ലാസ്റ്റത്തെ 1 മിനിറ്റിൽ മാർക്കറ്റ് മേളിലേക്ക് താഴത്തേക്ക് നന്നായിട്ട് മൂവ് ചെയ്യും. അന്നേരം അറിയാതെ നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആകരുത്. ന്യൂസിന് മുമ്പ് ഒരിക്കലും ട്രേഡ് ആക്റ്റീവ് ആകരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലോസ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സേഫായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം? അതിന് നമുക്ക് ചെയ്യാവുന്നത് EA ഉപയോഗിക്കാം. EA എന്ന് വെച്ചാൽ എക്സ്പെർട്ട് അഡ്വൈസറാണ്. അത് ലാസ്റ്റ് സെക്കൻഡ് വരെ അതിൽ സെറ്റിങ്സ് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് പ്ലേസ് ചെയ്യും. ന്യൂസ് റിലീസ് ആകുന്നതിന് ലാസ്റ്റ് സെക്കൻഡ് വരെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആയിരിക്കും. മാർക്കറ്റ് പെട്ടെന്ന് മുകളിലേക്ക് മൂവ് ചെയ്താലും താഴത്തേക്ക് വന്നാലും അത് ആക്റ്റീവ് ആകില്ല. സെൽ സ്റ്റോപ്പും ബൈ സ്റ്റോപ്പും കറക്റ്റായിട്ട് മേളിലേക്ക് താഴത്തേക്ക് അത് അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് നമ്മൾ 1 സെക്കൻഡോ 2 സെക്കൻഡോ സമയം കൊടുത്താൽ ആ സമയത്ത് അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈ സ്റ്റോപ്പ് ആക്ടിവേറ്റ് ചെയ്യും. അല്ല താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സെൽ സ്റ്റോപ്പ് ആക്ടിവേറ്റ് ആവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ സെല്ല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം അത് SL റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ കണ്ടീഷനിൽ വയ്ക്കും. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് സേഫായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവലായിട്ട് ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ് മാറ്റി വയ്ക്കാനോ SL റിവൈസ് ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു EA ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ EAയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് ലോട്ട് സൈസ് സെറ്റ് ചെയ്യാം, അതിൻ്റെ ഡേറ്റ് മേളിൽ കിടപ്പുണ്ട്, ഡേറ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എത്രയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഇനി ബ്രേക്ക് ഈവൻ ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് ഈവൻ കണ്ടീഷൻസ് വെക്കണോ വേണ്ടയോ എന്നുള്ള കണ്ടീഷൻസ്, പിന്നെ എത്ര ലോട്ട് സൈസ് എവിടേക്ക് എക്സിറ്റ് ചെയ്യണം, എത്രയൊക്കെ പോയിന്റിൽ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്താൽ പിന്നെ ബാക്കിയെല്ലാം EA നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ കണ്ടീഷനിൽ EA വർക്ക് ചെയ്യും. പ്രോപ്പറായിട്ട് ആ സമയത്ത് ട്രേഡ് എടുത്തോളും, ബൈ എടുക്കും, എല്ലാം ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ലൈവ് ട്രേഡ് അല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇത് നോക്കിയാൽ കാണാം, ഇപ്പോൾ ന്യൂസ് വരുന്നത് ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് ഇപ്പോൾ പ്ലേസ് ആവും. ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് അത് രണ്ടും അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യുന്നത് കാണാം. ഫാസ്റ്റായിട്ട് മാർക്കറ്റ് ഒന്ന് പെട്ടെന്ന് മൂവ് ചെയ്താലും കുഴപ്പമില്ല. ആ ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ടില്ല ഇതുവരെ. ഇത് ന്യൂസ് വരുന്നതിന് തൊട്ട് 1 മിനിറ്റ് മുമ്പുള്ള ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റാണ്. ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യും. അന്നേരം ഇത് ആക്റ്റീവ് ആവാൻ പാടില്ല. ന്യൂസ് റിലീസ് ചെയ്യുന്ന, ഡാറ്റ റിലീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ മിനിറ്റ് കഴിയുന്ന വരെ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. അത് അവിടെ സ്റ്റക്ക് ആവും, ഈ ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് എന്നുള്ളത്. എന്നിട്ട് ഇനി ഒരു ന്യൂസ് നമുക്ക് ബൈയിലേക്കാണ് വരുന്നതെങ്കിൽ ബൈ സ്റ്റോപ്പ് മാത്രം ആക്ടിവേറ്റ് ആവും, സെല്ലിലേക്കാണെങ്കിൽ സെൽ സ്റ്റോപ്പ് മാത്രം ആക്ടിവേറ്റ് ആവും. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെയൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് അപ്പോൾ ആ SL എല്ലാം റിവേഴ്സ് ചെയ്തോളും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് SL എല്ലാം അത് റിവേഴ്സ് ചെയ്തോളും. അപ്പോൾ ലോസ് ഇതിനകത്ത് EA ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ ലോസ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ മാനുവലായിട്ട് ചെയ്യാൻ പോയാൽ നമുക്ക് ഈ ഫാസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് SL റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാറ്റി വെച്ച് അല്ലെങ്കിൽ ട്രailing സ്റ്റോപ്പ് ലോസ് വെക്കാനോ ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ EA ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ന്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് EA. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂസിൻ്റെ ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് ബൈയോ സെല്ലോ എടുത്ത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സൈഡ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോയാൽ നമുക്ക് നല്ല പ്രോഫിറ്റാണ്, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആവും. പക്ഷേ ഈ ഒരു ന്യൂസ് വരുന്നതിൻ്റെ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ, EA വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാലും യൂസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം. ബിക്കോസ് 1 മിനിറ്റിൽ തന്നെ 100-150 പിപ്പ് ഇത് മൂവ് ചെയ്യും. അപ്പോൾ ആ ന്യൂസ് നമുക്ക് കൃത്യമായിട്ട് മാസത്തിൽ നോക്കിയാൽ ഒരു 5-6 ന്യൂസ് ഉണ്ട്. അപ്പോൾ അത് മിസ്സാകാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ന്യൂസിൻ്റെ ട്രേഡിങ് ചെയ്യുന്ന കാര്യത്തിനകത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ന്യൂസിൻ്റെ ട്രേഡ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത്
എന്നോട് ചോദിച്ചാൽ മതി, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. എൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടന്റ് എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എനിക്ക് ചോദിക്കാം, നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.